CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണുണ്ടായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴയ്ക്ക് അല്പം ശമനമായതോടെ വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളമിറങ്ങി. ശനിയാഴ്ച രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞതോടെയാണ് നഗരത്തിലെ വെള്ളക്കെട്ടൊഴിഞ്ഞതും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയതും. സംസ്ഥാനത്ത് തുടരുന്ന റെഡ് അലർട്ടിന്റെയും അതിതീവ്ര മഴയുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽച്ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. മഴക്കെടുതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യ ഭീതി പടർത്തുന്ന പ്രചരണം നടത്തരുതെന്ന് NK അക്ബർ MLA കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുന്നയൂർകുളം, അണ്ടത്തോട്, പെരിയമ്പലം മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. ഇവിടങ്ങളിൽ കൂടുതൽ തീരങ്ങൾ കടലെടുത്തു. മഴ കനക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. കാപ്പിരിക്കാട്, തങ്ങൾപ്പടി, പെരിയമ്പലം, അണ്ടത്തോട്, മന്നലാംകുന്ന് എന്നിവിടങ്ങളിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന അവസ്ഥയാണ്. വടക്കേക്കട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവര് തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. വടക്കേക്കാട് ജ്വല്ലറി കവർച്ച. സെക്യൂരിറ്റി അലാറം ശബ്ദിച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാകുമായിരുന്നു ഇത്. എന്നാൽ അപായ സൂചന ഉണ്ടായതോടെ പ്രതികളുടെ വൻ മോഷണ പദ്ധതി തകിടം മറിയുകയായിരുന്നു. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 6 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. കുന്നംകുളം നഗരസഭ 16-ാം വാർഡിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം നടത്തി. ഗാന്ധിനഗർ കാണിപ്പയ്യൂർ വീട്ടിൽ പ്രദീപിന്റെ വീടിന് മുകളിലേക്കാണ് രാത്രിയോടെ മരം വീണത്. പുന്നയൂർകുളം പഞ്ചായത്തിന് മുന്നിൽ LDF കമ്മിറ്റി നടത്തിയ മാർച്ചും ധർണയും രാഷ്ട്രീയ പ്രേരിതമായ പ്രഹസനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി പറഞ്ഞു. പുന്നയൂർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടന്നു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ തുടക്കം. സപ്തതിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ദിവ്യകാരുണ്യത്തിന്റെ അപ്പോസ്തോലനായ പീറ്റർ ജൂലിയൻ എയ്മാഡിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദൈവാലയമായ മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടത്തി. എയ്യാൽ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടന്നു. CPIM പുന്നയൂർകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ C കേശവൻ അനുസ്മരണം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.